കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തല ഇപ്പോൾ മന്ത്രിസഭയിൽ ചേരുമെന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്തിയ ആളാണ്. അദ്ദേഹത്തിന് അതിന് അർഹതയുമുണ്ട്. കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാവാണ്, ഭരണപരിചയമുള്ള നേതാവാണ്. ഇതെല്ലാം കണക്കിലെടുത്ത് മുഖ്യമന്ത്രി സ്ഥാനം രമേശ് ചെന്നിത്തലയ്ക്ക് നൽകണം എന്ന ചർച്ചകൾ കേരളത്തിൽ ഉയർന്നു വരികയും ചെയ്തിരുന്നു. ഇപ്പോൾ വി.ഡി. സതീശനെയാണ് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയായി നിശ്ചയിച്ചിരിക്കുന്നത്. തീരുമാനത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നു രമേശ് ചെന്നിത്തലയ്ക്ക്. മന്ത്രിസ്ഥാനത്തേക്ക് പോലുമില്ല, ഒരു ഘട്ടത്തിൽ MLA സ്ഥാനം തന്നെ രാജിവെക്കാം എന്ന നിലപാടിലേക്ക് എത്തിയിരുന്നു രമേശ് ചെന്നിത്തല. പിന്നീടാണ് ഹൈക്കമാൻഡ് ഇടപെട്ടത്. ഹൈക്കമാൻഡിന്റെ ഇടപെടലിനെ തുടർന്ന് മന്ത്രിസഭയിൽ ചേരാമെന്ന ഒരു നിലയിലേക്ക് രമേശ് ചെന്നിത്തല എത്തിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഉപാധികളോടുകൂടിയാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം അംഗീകരിക്കാൻ രമേശ് ചെന്നിത്തല തീരുമാനിച്ചത്. അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പ് വേണം എന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആവശ്യം. എന്നാൽ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അതിന് തയ്യാറല്ല എന്ന വാർത്തകളും വരുന്നുണ്ട്. ധനകാര്യ വകുപ്പ് രമേശ് ചെന്നിത്തലയെ ഏൽപ്പിക്കാം, ആഭ്യന്തര വകുപ്പ് ഞാൻ തന്നെ കൈകാര്യം ചെയ്യും എന്നാണ് വി.ഡി. സതീശന്റെ നിലപാട് എന്നാണ് വാർത്തകൾ. ഇതിലൊരു വലിയ കെണിയുണ്ട്. കേരളത്തിൽ അടുത്ത 5 വർഷം സർക്കാർ ശരിയായ ദിശയിൽ മുന്നോട്ട് പോകണമെങ്കിൽ, നല്ല പ്രവർത്തനം കാഴ്ചവെക്കണമെങ്കിൽ കേരളത്തിൻ്റെ ധനകാര്യസ്ഥിതി മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. കേരളത്തിൻ്റെ ധനകാര്യസ്ഥിതി വളരെ മെച്ചമാണ് എന്ന് മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ വാർത്താസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്. ഈ നിലയിൽ പോയാൽ പോരാ, കുറച്ചുകൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ നിലവിലെ ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം തുടരേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ പിണറായി സർക്കാർ നടപ്പാക്കിയ ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം തുടരേണ്ടതുണ്ട്. അതിനപ്പുറത്തേക്ക് UDF പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികളുണ്ട്. സംസ്ഥാന സർക്കാരിന് ഏറ്റവും കൂടുതൽ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുന്ന 5 ഗ്യാരണ്ടികൾ. അത് നടപ്പാക്കണമെങ്കിൽ ഇന്നത്തെ നിലയിൽ പോയാൽ പോരാ, വലിയ തോതിൽ ധനസമാഹരണം നടത്തേണ്ടി വരും. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം രമേശ് ചെന്നിത്തലയുടെ തലയിലിടുക. ഇനി പരാജയപ്പെട്ടാൽ ധനകാര്യ വകുപ്പിൻ്റെ പരാജയമാണ് എന്ന് വരുത്തി തീർക്കുക. ഇതാണ് വി.ഡി. സതീശന്റെ ലക്ഷ്യം, തന്ത്രം എന്നാണ് രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്നവർ പറയുന്നത്. അതുകൊണ്ട് എന്തു തന്നെയായാലും ധനകാര്യ വകുപ്പ് ഏറ്റെടുക്കില്ല എന്നാണ് പറയുന്നത്. ചെറിയ ബാധ്യതയൊന്നുമല്ല കേരളത്തിൽ UDF സർക്കാരിൻ്റെ പ്രഖ്യാപനങ്ങൾ നടപ്പാക്കിയാൽ വരാൻ പോകുന്നത്. KSRTC മാത്രം എടുത്താൽ മതി. 100 കോടിയോളം രൂപ പ്രതിമാസം KSRTCക്ക് നൽകേണ്ടി വരും. ഇപ്പോൾ തന്നെ 73 കോടി രൂപയാണ് പ്രതിമാസം KSRTCക്ക് സർക്കാർ നൽകുന്നത്. എന്ന് വെച്ചാൽ 200 കോടിയോളം രൂപ പ്രതിമാസം KSRTCക്ക് നൽകേണ്ടി വരും. അത് വലിയ ബാധ്യതയാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച്. ക്ഷേമ പെൻഷൻ 3000 വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. 5 വർഷം കൊണ്ട് വർദ്ധിപ്പിച്ചാൽ മതി എന്ന ആശ്വാസമുണ്ട്. എങ്കിലും വർദ്ധിപ്പിക്കേണ്ടി വരും എന്നത് ചെറിയ പ്രശ്നമല്ല. ഇതിനേക്കാളും അപ്പുറത്ത് ഏറ്റവും വലിയ ബാധ്യത 25 ലക്ഷം രൂപയുടെ കുടുംബ ഇൻഷുറൻസ് ആണ്. ഒരു വർഷം 17,000 കോടിയോളം രൂപ വേണ്ടിവരും ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കാൻ എന്നാണ് പറയുന്നത്. ഇനി പ്രീമിയം തുക 5 ലക്ഷമായി ചുരുക്കിയാലും നല്ല തുക കണ്ടെത്തേണ്ടി വരും പ്രീമിയം തുകയായി എന്നത് നാം ഓർക്കണം. ഈ ബാധ്യത എല്ലാം വരുന്നത് ധനകാര്യ വകുപ്പിന്റെ തലയിലാണ്. ധനകാര്യ വകുപ്പ് അല്പമൊന്ന് പാളിയാൽ സംസ്ഥാന സർക്കാർ മുഴുവൻ അപകടത്തിലാകും. അങ്ങനെ അപകടത്തിലായാൽ എല്ലാ കുറ്റവും ധനകാര്യ വകുപ്പിന്റെ തലയിൽ വെച്ച് രക്ഷപ്പെടാം വി.ഡി. സതീശന് എന്നതായിരിക്കും അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ചിന്ത. അത് നടപ്പില്ല എന്ന നിലപാടിലേക്ക് രമേശ് ചെന്നിത്തല എത്തിയിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. ആഭ്യന്തര വകുപ്പ് തന്നെ വേണം, അത് വിട്ട് മറ്റൊരു കളിയില്ല. കാരണം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത ആളാണ് രമേശ് ചെന്നിത്തല. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പുറകോട്ട് പോകാൻ കഴിയില്ല അദ്ദേഹത്തിന് നൽകേണ്ടത് മുഖ്യമന്ത്രി സ്ഥാനമായിരുന്നു, അത് നൽകിയില്ല. അതുകൊണ്ട് ആഭ്യന്തര വകുപ്പിൽ നിന്നും പുറകോട്ട് പോകാൻ കഴിയില്ല രമേശ് ചെന്നിത്തലയ്ക്ക് എന്നാണ് രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്നവർ പറയുന്നത്. അതുകൊണ്ട് വലിയ തർക്കം വീണ്ടും ആരംഭിക്കുകയാണ്. ഒന്നാം കലകം, മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള ഒന്നാം കലകം കഴിഞ്ഞതേയുള്ളൂ. രണ്ടാം കലകം ആരംഭിച്ചിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും തമ്മിലുള്ള തർക്കം മാത്രമല്ല, 10 മന്ത്രിമാരെ കണ്ടെത്തണം, അതിനുള്ള തർക്കമാണ് പുതിയ കലഹമായി മാറിയിരിക്കുന്നത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത്. എങ്ങനെ കണ്ടെത്തും? ഇപ്പോൾ തന്നെ 33ഓളം പേർ രംഗത്തെത്തിയിട്ടുണ്ട് 10 മന്ത്രിസ്ഥാനത്തിനു വേണ്ടി. എങ്ങനെ ഇവർക്ക് ഇതൊക്കെ വിഭജിച്ച് നൽകും എന്ന ചിന്ത ഇപ്പോൾ തന്നെ കോൺഗ്രസ് നേതാക്കളെ പിടികൂടിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഘടകകക്ഷികൾക്ക് ഏതൊക്കെ വകുപ്പുകൾ നൽകും എന്നതും വലിയ തർക്കമായി മാറാനുണ്ട്. വകുപ്പ് വിഭജനം 3ാമത്തെ കലഹമാണ്. 2ാമത്തെ കലഹം തീർന്നിട്ട് വേണം 3ാമത്തെ കലഹത്തിലേക്ക് പോകാൻ. അതുകൊണ്ട് ആരും വേദി വിട്ട് പോകരുത്.